നമ്മുടെ പ്ലാന്റുകളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഫംഗസാണ് പൗഡറി മിൽഡ്യൂ അഥവാ മീലി ബാഗ്. ഈ വീഡിയോയിൽ ഉടനീളം നമുക്കതിൻ്റെ ആക്രമണത്തെക്കുറിച്ച് അറിയാം, അതിനുവേണ്ട പ്രതിരോധത്തെക്കുറിച്ച് പറഞ്ഞറിയാം. പ്രിയ സുഹൃത്തുക്കളെ, ഈ രോഗത്തെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഇത് നമ്മൾ വാങ്ങിവെച്ച പ്ലാന്റുകൾ ഉണക്കിക്കളയാൻ തന്നെ സാധ്യതയുണ്ട്. കായ കൊഴിയുന്നത് മാത്രമല്ല, ആ പ്ലാന്റുകളെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു ഫംഗസാണ് ഈ ഫംഗസ്. അപ്പോൾ ഇത് അധികമായി കഴിഞ്ഞാൽ നമ്മളെ മരത്തെ തന്നെ ഉണക്കിക്കളയും. അപ്പോൾ ഈ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളതിന് പ്രതിവിധിയൊക്കെ എടുത്ത് മരുന്നടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, പ്ലാന്റിൻ്റെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഈ രോഗം വന്നിട്ടാണ് ഇതൊക്കെ ഉണങ്ങിപ്പോയത്. നമുക്കൊരാഴ്ച ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കയ്യിനൊരു ചെറിയ വീഴ്ചയിൽ കയ്യിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായത് കാരണം ഒരാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റേതാണ് ഇതൊക്കെ മോശമാകാൻ കാരണം. ഇത് ചെറുനാരങ്ങയ്ക്ക് എല്ലാത്തിനും ഈ ഫംഗസ് വരുന്നുണ്ട്. ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ മരം തന്നെ ഉണങ്ങിപ്പോകും. ഇവിടെ കുറേ തൈകൾ ഈ ഫംഗസ് മൂലം ഉണങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കീടം തന്നെയാണ്. മരത്തിൽ പറ്റിപ്പിടിച്ച് നീര് കുടിച്ച് ആ മരത്തെ കൊല്ലുക, മരത്തിൻ്റെ കായ്ഫലങ്ങളെ കുഴിച്ച് കളയുക എന്നതാണ്. അപ്പോൾ പേരച്ചെടിയിലൂടെ വന്ന് നമ്മളെ ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയുന്ന ക്രീമിലി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ രൂപത്തിലുള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ സപ്പോട്ട പോലെ തന്നെ നല്ല പച്ച കളറിൽ വന്നിട്ട് അത് പാകമായാലും അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ പോലെയാണ്. അപ്പോൾ അതെന്തായാലും ഇത്രയും വളർന്ന് നല്ല രീതിയിൽ പോകുന്നത് കണ്ടപ്പോൾ ഫംഗസിനൊക്കെ വളരെ അസൂയായിരിക്കും. വല്ലാത്ത രീതിയിൽ ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട്. പൗഡറി മിൽഡ്യൂ അല്ലെങ്കിൽ മീലി ബാഗ് എന്നറിയപ്പെടുന്ന ഈ ഫംഗസാണ് നമ്മളെ ചെടികളൊക്കെ നീര് ഊറ്റി പിടിച്ചില്ലാതാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജൈവ കീടനാശിനിയാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത്. സോപ്പ് സൊല്യൂഷൻ സ്പ്രേ. 1 ലിറ്റർ വെള്ളത്തിൽ 5-6 മില്ലി ലിക്വിഡ് സോപ്പ് ചേർത്ത് ഈ ചെടിയുടെ ഇലക്ക് അടിയിലും തണ്ടിലും തെളിച്ചു കൊടുക്കുക. ഒരു 5-6 ദിവസം കണ്ടിന്യൂ ആയിട്ട് തെളിച്ചു കൊടുക്കുക. അത് ചെറിയ രീതിയിലുള്ള ഫംഗസ് വരുന്നതിനാണ് നമ്മൾ പറഞ്ഞത്. നല്ല രീതിയിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചെടിയിൽ കാണുന്ന പോലെ നല്ല രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഞെരടി കളഞ്ഞതിൻ്റെ ശേഷം ചെയ്തു കൊടുത്താൽ മതി. ഒരു 5-6 ദിവസം അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഈ ഇലയുടെ അടിയിലും ഈ തണ്ടിലൊക്കെയാണ് ഉണ്ടാവുക, മുകളിൽ തെളിച്ചിട്ട് കാര്യമില്ല. പൗഡറി മിൽഡ്യൂ ഇതുപോലെ കൂടുതലാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി നീം ഓയിൽ ചേർത്ത് ഇതേപോലെ ഒരു ദിവസം സോപ്പിൻ്റെ സ്പ്രേ ആണെങ്കിൽ ഒരു ദിവസം നീം ഓയിലിൻ്റെ സ്പ്രേ, ഇങ്ങനെ ഉള്ള രീതിയിൽ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ രോഗം പിടിപെടാത്തതിന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. രോഗം വരാതിരിക്കാൻ അത് നന്നായിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെടി തന്നെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കൂടുതലാണെങ്കിൽ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഞെരടി കളയുക, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ സ്മൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിനെയൊക്കെ ചുരണ്ടി കളയുക. ഒരു രക്തത്തിൻ്റെ കളറൊക്കെ ആയിരിക്കും, ഒരു അറപ്പ് തോന്നിക്കും നമുക്കൊക്കെ. എന്നാലും നമ്മളെ ചെടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളത് തീർച്ചയായിട്ടും ചെയ്യണം. ഇതിൽ കൂടുതലായിട്ട് ഇതുപോലെ പറ്റി പിടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ സ്പ്രേ കൊണ്ടോ മറ്റൊന്നും അത് പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ഞെരടി കളഞ്ഞാൽ മാത്രമേ അത് പോവുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ ഈ മരുന്ന് പ്രയോഗിച്ചാൽ മതി. ഈ ചെടിയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ചെടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ മുരടിച്ച് ഇതിൻ്റെ അടി മുതൽ മുകളിൽ വരെ ഈ ഫംഗസ് വന്ന് പെട്ടു. ഒരാഴ്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ആവാൻ കാരണം. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇത് ചെയ്താൽ തന്നെ ഇതിൻ്റെ ഫംഗസൊക്കെ ഒഴിവാകാൻ സാധ്യതയുണ്ട്. എന്നിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പ്രയോഗം ചെയ്തു നോക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ബേക്കിംഗ് സോഡയും 2-3 മില്ലി ലിക്വിഡ് സോപ്പും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇലക്കടിയിലും അതിൻ്റെ തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് കൂടുതലായത് കാരണം നമ്മളിതൊക്കെ വരുതി കളഞ്ഞ് അതിൻ്റെ ശേഷം നമ്മൾ മരുന്ന് പ്രയോഗമൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലാണ് ഇതിൻ്റെ ഫംഗസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വരുതി കളയാണ്. ഇതിൻ്റെ ആക്രമണമൊക്കെ കൂടുതലും തണൽ ഭാഗത്തൊക്കെ ഉണ്ടാകുമ്പോഴാണ് കാണാറുള്ളത്, കാനൽപ്പാടിലൊക്കെ. പക്ഷേ ഇത് നല്ല വെയിലത്തും ഇതിൻ്റെ ആക്രമണം കാണുന്നുണ്ട്. ഇതുണ്ടോ, ഈ ചെടിയിൽ അതിൻ്റെ രോഗം വന്നിട്ടില്ല. നമ്മൾ 2-3 തവണയൊക്കെ നല്ല മരുന്നടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടീന് രോഗങ്ങൾ വന്നിട്ടില്ല. നല്ല പേരയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതുണ്ടോ, നിറയെ പേരയ്ക്കാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചെടി പാടെ ഉണങ്ങും. അതിപ്പോൾ പേരയ്ക്ക എന്നല്ല, ഏത് മരം, പിന്നെ നമ്മളെ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളാണെങ്കിലും ഈ ഒരു രോഗം വരാതെ നമ്മൾ നോക്കുക. അത് ചോര ഊറ്റി കുടിച്ചിട്ട്, അതിൻ്റെ ചോര ഊറ്റി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീര്, മരത്തിൻ്റെ നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് പേരക്ക മൊത്തം കൊഴിഞ്ഞു പോകും.
പിന്നെ ഇതാ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ചെറിയ പൂപ്പൽ കാണുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ചാൽ മതി മരുന്നടിച്ചതിന് ശേഷം. കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ്. ഇലക്കൊക്കെ ഒരു കറുപ്പ് വരും, പിന്നെ തണ്ടിനൊക്കെ പൂപ്പൽ വന്ന് ഒരു കാണാൻ തന്നെ വൃത്തിയില്ലാത്ത മാതിരിയാവും. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. നമ്മൾ വാങ്ങി വെച്ച ചെടികളൊക്കെ കായ പിടിക്കാത്തത് മാത്രമല്ല, അത് ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അതിൻ്റെ നീര് വലിച്ചു കുടിച്ചിട്ട് ചെടി പാടെ ഉണങ്ങിപ്പോകും. അപ്പോൾ ഈ രോഗത്തെ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഇത് കണ്ടോ, നിറയെ പേരൊക്കെ ഉണ്ടായിരുന്നാണ്, എല്ലാം കൊഴിഞ്ഞു പോയി, മൊത്തം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഈ രോഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മരത്തെ തന്നെ ഉണങ്ങിക്കളയും. ലാസ്റ്റ് ഒരു കറുത്ത കളറായിട്ടാണ് വരിക. അത് കണ്ടില്ലേ, വൃത്തിയില്ലാത്ത മാതിരി കറുത്ത കളറായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രതിരോധ രീതിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് ഞെരടി ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ചെടികളൊക്കെ രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ ചെടികളുടെ ഭംഗിയും അതിൻ്റെ പ്രസരിപ്പൊക്കെ ഇല്ലാതാക്കാൻ വരുന്ന ഇത്തരം ഫംഗസുകളെ നമ്മൾ നല്ല രീതിയിൽ നേരിട്ടാലും നമ്മളെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്ന് അതിൻ്റെ കായ്ഫലങ്ങളൊക്കെ തരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.